കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 147 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിക്കണമേ, ദൈവം ആഗ്രഹിക്കാത്ത ഇല്ലെങ്കിൽ ദൈവം വെറുക്കുന്ന വേദപുസ്തകത്തിലെ ഏക കാര്യം എന്ന് പറയുന്നത് നിഗളമുള്ളവരെയാണ്, ഇല്ലെങ്കിൽ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നവരെയാണ്. വേദപുസ്തകം കൃത്യം പറയുന്നു, നിഗളികളോട് അവൻ എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുന്നു എന്നുള്ളത് തിരുവചനമാണ്. ഉൽപ്പത്തി പുസ്തകമായ വേദപുസ്തകത്തിലെ ആരംഭ പുസ്തകം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ ആര് എവിടെ തകർന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവിടെയെല്ലാം നിഗളത്തിൻ്റെയോ ഇല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെയോ കൊടുമുടിയിൽ നിന്നവരെയാണ് പലപ്പോഴും ദൈവം തകർത്തിട്ടുള്ളത്, അല്ലേ? വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ച് അരുണോദയ പുത്രനായി ശുക്ര എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പൈശാചിക മണ്ഡലത്തെ പോലെ തകർത്തത്. സ്വർഗോന്നതികൾക്ക് മീതെ കയറും, അവിടെ ഞാൻ ഇരുന്നരുളും, ദൈവത്തിന് സമനാകും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചവനെയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ വെട്ടി താഴെയിടുവാൻ തക്കവണ്ണം ഇടവന്നത്. എൻ്റെ ബലം കൊണ്ടും എൻ്റെ ധനം കൊണ്ടും എൻ്റെ മാഹാത്മ്യം കൊണ്ടുമാണ് ഈ പട്ടണം പണിയപ്പെട്ടതെന്ന് പറഞ്ഞ് ബാബേൽ രാജ്യത്തിൻ്റെ തലവനായിരുന്ന നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിച്ചപ്പോൾ കാളയെപ്പോലെ പുല്ല് തീറ്റിയ ഒരു മേഖല നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ താഴ്മയുള്ളവരെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? കാട്ടിനകത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് സ്തോത്രം കഷ്ടതയും പ്രതിസന്ധിയും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നിരുന്നിരുന്ന സ്തോത്രം ദാവീദിനെ ദൈവം രാജകീയ പദവിയിൽ കൊണ്ടുവരുമ്പോഴും ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ പാടാനും ദൈവത്തെ ആരാധിപ്പാനുമായിട്ട് സമയം കണ്ടെത്തി താഴ്മയോടെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവസനെ നിന്ന ദാവീദിനെ നമുക്കറിയാൻ കഴിയും, അല്ലേ? ദാവീദിനെ ദൈവം അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവന്നു. രാജകീയ പദവികളിൽ ഇല്ലെങ്കിൽ പ്രധാന ദേശാധിപതി ിൽ ഒരാളായിട്ട് ഇരുന്ന ദാനിയേലിനെ ദൈവം മാനിച്ചു. താഴ്മയോടെ നിന്ന് ആരൊക്കെ ദൈവസനെ താഴ്മയോടെ നിന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം, യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളിൽ അഹങ്കരിക്കാതെ ദൈവം നൽകിയ ദാനമെന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ താഴുവാൻ തയ്യാറായാൽ നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ശക്തനാണ്, ദൈവം നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവം നൽകിയ നന്മകളിൽ ദൈവം നൽകിയ സാധ്യതകളിൽ സ്തോത്രം നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങ് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാകും, ദൈവം നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും പ്രഭുക്കന്മാരോട് ചേർത്ത് പന്തിഭോജനത്തിൽ ഇരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. പൊടിയിൽ നിന്ന് ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നെങ്കിൽ ആ നിലവാരത്തിൽ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയും താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാൽ അവിടെ ഞങ്ങളെ ഉയർത്തണമേ. കർത്താവിൻ്റെ മഹത്വമുള്ള ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.